എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു പ്രത്യേക എപ്പിസോഡാണ്. കാരണം 10 വെജിറ്റേറിയൻ ഡിഷസ് മാത്രം ഞാൻ ഈ എപ്പിസോഡിൽ കാണിക്കുകയാണ്. അതിൽ ഓരോ റെസിപ്പിയും തുടങ്ങുന്ന സമയം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയ റെസിപ്പി ആ ടൈമിൽ പോയി ആ വീഡിയോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക പാലുകറിയാണ്, അല്ലെങ്കിൽ വെണ്ടയ്ക്ക സ്റ്റൂ. വെണ്ടയ്ക്ക ഞാൻ ഒരുവിധം നീളത്തിലാണ് അരിയുന്നത്. തീരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പശ വരും അതിൽ നിന്ന്. അതുകൊണ്ട് അല്പം വലുതായിട്ടാണ് ഞാൻ അരിയുന്നത്. അതിലേക്ക് ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾ പൊടി, ഇത് രണ്ടും മാത്രം മതി. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തിരുമ്മി ഒരു 5 മിനിറ്റ് ഒന്നിരിക്കട്ടെ. കാരണം വെണ്ടയ്ക്ക പശയുള്ളത് കൊണ്ട് നമ്മൾ കറി ചെയ്യുമ്പം അടുപ്പയിലോട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരുപോലെ നന്നായിട്ട് പിടിക്കത്തില്ല. അതുകൊണ്ട് ഒരു ചെറിയ ടെക്നിക്ക് എന്നുള്ളതേ ഉള്ളിത്. അപ്പോൾ ഈ വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ആകുന്ന പോലെ ആകുകയും ചെയ്യും. ഇതെവിടെ ഇനിയും ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് മതി. അപ്പം നമുക്ക് ചട്ടി നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുന്ന ഉടനെ പാൻ ചൂടായിട്ട് എണ്ണ ഒഴിക്കാവൂ. എണ്ണ ചൂടാകുമ്പോഴേ പിന്നെ നമ്മൾ അതിനകത്ത് എന്താണ് ഇടുന്നത് അത് ഇടാവൂ. പെരുംജീരകം, ഫെനൽ സീഡാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഇടുന്ന ഉടനെ അത് പൊട്ടി അതിൻ്റെ കൂടെ തന്നെ 2-3 കറുവാപ്പട്ട ചെറിയ പീസ്, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക. എന്നിട്ട് ഏകദേശം ഒരുവിധം മീഡിയം തീയിൽ ഇത് നല്ലപോലെ ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല, കറിക്കകത്ത് പശ കുറഞ്ഞിരിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. ഈ വെണ്ടയ്ക്ക ഒന്ന് പകുതി ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് ഈ പച്ചമുളക് അരിഞ്ഞതിടാം. പച്ചമുളക് നമ്മൾ എരിയുള്ള മുളകാണെങ്കിൽ നല്ലതാണ്, കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറിയല്ലേ, അപ്പോൾ അതിനല്പം എരി വേണമല്ലോ. ഇനി ഇത് ഒന്നുകൂടെ വഴലട്ടെ. ഇത് ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ മസാല നമ്മൾ ആ ചട്ടിയുടെ അടിയിൽ പിടിക്കാനായിട്ട് സമ്മതിക്കരുത്. ആ മസാല നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അത് ചട്ടിയിലിരുന്നെങ്കിൽ കരിഞ്ഞു പോയിട്ട് കറിയുടെ ടേസ്റ്റും മാറും, കളറും മാറും. അതും ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാനേ സമ്മതിക്കരുത്. ഇപ്പോൾ വേണ്ട ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, അതിൻ്റെ വെളിവശം നന്നായിട്ട് മൂത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചുമന്നുള്ളി ഇടാം. ഇനി അപ്പം ഉള്ളിയുടെ കൂടെ നിന്ന് ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴലട്ടെ. ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഉള്ളിയും ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ അല്പം മസാലയും കൂടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എന്ന് പറയാം, അത്രയും മുളക് പൊടി. ഇനി ഇതിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട്, തീ ചെറുതിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിക്കാം. ചാറനുസരിച്ച് നമുക്ക് 2ാം പാൽ ഒഴിക്കാം. കാര്യം ഇനി 1ാം പാൽ ഒഴിക്കാനുണ്ട്. പക്ഷേ ഇനി ഇതിനകത്ത് നിന്നിട്ട് ഇതൊന്ന് കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റണം. ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പിടാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച്, 2ാം പാലായതുകൊണ്ടൊന്ന് തിളച്ചാൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് അതിനിടയ്ക്ക് മസാല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിയിലും എല്ലാം പിടിച്ചോളും. തിളക്കട്ടെ, ഞാനൊന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനിയും ഒത്തിരി നേരം വെച്ച് തിളപ്പിക്കാനും പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക അങ്ങ് കൂടുതൽ സോഫ്റ്റായി പോയിട്ട് അങ്ങ് എന്താ പറയുന്നത്, അതങ്ങ് സോഫ്റ്റായിട്ട് പിന്നെ പശ പോലെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് മതി ഇപ്പം. ഇനി നമ്മളിതിനകത്തേക്ക് നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിന് കടുക് വറുത്തിടണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ചാറ് കൂട്ടി ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെയും ഇത് തിക്കായിട്ട് ഗ്ലൂ കറി പോലെ ഇരിക്കും. അതാണ് കുട്ടികൾ കഴിക്കാത്തത്. കുറച്ച് ലൂസായിട്ട് ചെയ്യുക. തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ഈ കറിക്കകത്തേക്ക് കടുക് വറുത്തിട്ട് സംഗതി അങ്ങ് ക്ലോസ് ചെയ്യാം. പാൻ വെച്ചു. പാൻ ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെ ചുമന്നുള്ളി. ഈ ഉള്ളി മൂക്കാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം 2-3 കറിവേപ്പില അതിനകത്തേക്ക് ഇടാം. ഒരല്പം 1/4 ടീസ്പൂൺ പോലും ഇല്ല, ചെറിയൊരു ഫ്ലേവർ ഗരം മസാല, അത്രയുമേ ഇടാവൂ കേട്ടോ. അപ്പം ഇത്രയും മതി. ഇനി നമുക്കിത് കറിക്കകത്തേക്ക് ഒഴിക്കാം. നല്ല ഒന്നാന്തരം വെണ്ടയ്ക്ക പാലുകറി റെഡിയാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല ഗ്ലൂ കറി ആയിട്ടാണോ ഇരിക്കുന്നത്, നോക്കിയേ, കണ്ടോ.
അപ്പോൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ള, ഒന്ന് വെണ്ടയ്ക്ക നീളത്തിൽ അരിയുക, രണ്ട് വെണ്ടയ്ക്ക ഒരു വിധം നന്നായിട്ട് മൂത്തതിന് ശേഷമേ ഉള്ളി ഇടാവൂ. നമ്മൾ രണ്ടാം പാലിൽ വെണ്ടയ്ക്ക തിളപ്പിക്കുമ്പം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല, വെണ്ടയ്ക്ക അങ്ങ് സോഫ്റ്റായിപ്പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ പാവയ്ക്ക തോരനാണ് വയ്ക്കുന്നത്. കയ്പ്പായതുകൊണ്ട് ആർക്കും അത്ര വലിയ താല്പര്യമില്ല, പക്ഷേങ്കിൽ അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് അസാധാരണമായ ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പാവയ്ക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിന് മുമ്പ് ഈ അരി ഇങ്ങനെ മൂത്തതാണെങ്കിൽ അത് നമ്മൾ തോരനകത്തിടാൻ പാടില്ല. അതിങ്ങനെ ചുവടുന്നെടുത്ത് ഇങ്ങനെ കളയണം. അപ്പം ഇത് നമുക്ക് വേണ്ട, അത് നമ്മളതെടുത്ത് കളയണം. പാവയ്ക്ക വളരെ ഇളമായിട്ടുള്ളതാണെങ്കിൽ നമുക്കത് കൂട്ടി കൊത്തി അരിയാം. അരിയുന്ന ചോപ്പറിനകത്തൊന്നും വെച്ച് അരിയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഭയങ്കരമായിട്ട് കയ്ക്കും, അതിൻ്റെ അകത്ത് ഒരുപാട് ജ്യൂസ് ഇങ്ങനെ പുറത്ത് വന്നിട്ട് അത് കയ്ക്കും. അപ്പം അതിന് പകരം നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ ഇത് വളരെ ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ ഈ പാവയ്ക്കയെല്ലാം നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാവയ്ക്കയുടെ സ്വഭാവം നമുക്കറിയാം, കയ്പ്പാണ്. അപ്പോൾ നല്ല കയ്പ്പാണെങ്കിൽ അതിൻ്റെ അർത്ഥം പാവയ്ക്കയ്ക്ക് നല്ല സ്വഭാവമാണെന്ന്. പക്ഷെ അതിൻ്റെ നല്ല സ്വഭാവം നമുക്കത്ര പിടിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പിടുക ഇതിനകത്ത്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ കൈയിട്ട് തിരുമരുത്. തിരുമ്മി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കി കയ്പ്പും കൂടെ അങ്ങ് പുറത്തോട്ടിറങ്ങും. അപ്പോൾ കുറച്ച് കയ്പ്പ് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. ആ കയ്പ്പ് നമ്മൾ ഇതിനകത്ത് അധികമായിട്ടിടുന്ന തേങ്ങയ്ക്കകത്തും അതുപോലെ തന്നെ ഉള്ളിക്കകത്തും പിടിപ്പിക്കാം. കുറച്ച് കയ്പ്പ് പാവയ്ക്കകത്ത് തന്നെ ഇരുന്നോട്ടെ. അതുപോലെ പാവയ്ക്ക പിഴിഞ്ഞ് കളയരുത്. പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം പോയി. പിന്നെ ഇത് പാവയ്ക്ക വെറുതെ മെനക്കെട്ടിട്ട് എന്താ കാര്യം. ഇനി അടുത്ത ഈ കൊച്ചുള്ളിയോടാണ്. ഈ കൊച്ചുള്ളിയും കണ്ണ് നിറയാതൊന്ന് ഫുള്ള് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കൊച്ചുള്ളി നിങ്ങൾക്ക് പൊളിക്കാൻ മടിയാണ്, നിങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ സവാള ഇതുപോലെ തന്നെ കൊത്തി അരിയണം. കൊച്ചുള്ളിയാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ നടുക്കൂടെ കീറിയതിന് ശേഷം ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി. അപ്പം ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും അതും ചെറുതായിട്ട് അരിഞ്ഞു. ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് അത്യാവശ്യത്തിനുള്ള മാത്രം ഒഴിച്ചാൽ മതി. കടുക് വറക്കാം. ആദ്യമേ എണ്ണ ചൂടാകുന്നുടനെ കടുക് ഇട്ടു. പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ കുറച്ച് ചുമന്നുള്ളി, അതായത് നമ്മൾ കടുക് വറക്കാൻ ഇടുന്ന പോലെ. ഒത്തിരി മൂക്കണ്ട, ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പച്ചമുളക് ഇടാം. പച്ചമുളക് നമ്മുടെ എരി അനുസരിച്ച് ഇട്ടാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി അതും കൂടി ഇടാം. ഇതിൻ്റെ പച്ചമണം മാത്രം ഒന്ന് മാറിയാൽ മതി, അങ്ങ് മൂപ്പിക്കണ്ട. അത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അങ്ങ് ഇടാം. ഇതൊന്ന് വഴലാൻ തുടങ്ങുന്ന ഉടനെ ഒരിച്ചിരി ഉപ്പിടണേ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടണം. കാര്യം നമുക്ക് ആ ഉള്ളിയുടെ മധുരം വരാതെ ഉപ്പും അരിയെല്ലാം പിടിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഉള്ളി ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൽ നന്നായിട്ട് വിൽറ്റഡ് ആയിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായിട്ട് കൊടുക്കാം. ഈ പാവയ്ക്കകത്ത് വെള്ളം എടുത്ത് കളയരുത്, ആ വെള്ളത്തിനകത്ത് ഇത് വെന്തോളും. ഇത് നന്നായിട്ട് ഇളക്കാം. മഞ്ഞളൊന്നും ഇതിനിടണ്ട കേട്ടോ, വെള്ളത്തോരനാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതിടാം. ഇതിലേക്ക് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ഇട്ടു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ പുറത്തിറങ്ങിയ കയ്പില്ലേ പാവയ്ക്കയുടെ, അതെല്ലാം ഈ ഉള്ളിയിലും തേങ്ങയിലും പിടിച്ചോളും. കുറച്ച് കയ്പ്പ് പാവയ്ക്കകത്ത് ഉള്ളിലും കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ബാലൻസ് ആകും. അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ പാവയ്ക്കയിൽ നിന്ന് തിരുമിയുള്ള കയ്പ്പെല്ലാം കൂടെ പുറത്തിറക്കണ്ട. ഇങ്ങനെ ചെറിയ തീയിൽ ഒന്നേ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേന് പാവയ്ക്കയുടെ കളർ അങ്ങ് മാറും. അപ്പം ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക നല്ലപോലെ വെന്തോളും. ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. അടയ്ക്കാതെ വെക്കുന്നതുകൊണ്ട് തീ വളരെ ചെറുതായിട്ട് വെക്കണേ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയും ചെയ്യണം. അതല്ലെങ്കിൽ അടച്ചു വെക്കാം ചെറിയ തീയിൽ, അപ്പോൾ പാവയ്ക്കയുടെ നിറം അങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ തോരൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സംഗതി കഴിഞ്ഞു, ഇനി വേഗം നോക്കിയിരുന്നാൽ മതി. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ചട്ടിയിലത് പിടിച്ചിട്ടില്ല, കണ്ട വെള്ളമെല്ലാം തോർന്നു. ഈ തോരൻ എന്ന് പറഞ്ഞാൽ തോർന്നിരിക്കുന്നതാണ് തോരൻ, കുഴഞ്ഞിരിക്കുന്നതല്ല. കണ്ട നല്ല തോർന്ന് ഉണങ്ങി അതിൻ്റെ ഒരു ചെറിയ പച്ചക്കളറും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയാണ്. കയ്പുമില്ല, നല്ല ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ഒന്നുമില്ലെങ്കിലും നല്ല ചൂട് ചോറിനോട് ഇത് മാത്രം മതി കൂട്ടി കഴിക്കാൻ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്
സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് പാലക് പനീറാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പാലക്ക് തിളച്ച വെള്ളത്തിനകത്തോട്ടൊന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴലാനായിട്ട് ഒരുപാട് നേരം വേണ്ട, ഒന്ന് തളരുന്ന പോലെ നമുക്കറിയാമല്ലോ വെള്ളത്തിനകത്തിട്ട്, അത്രയും മതി. ഒത്തിരി നേരം ഇട്ട് അതിൻ്റെ പച്ചക്കളർ അങ്ങ് കളയണ്ട, അതങ്ങ് എടുക്കാം നമുക്ക്. നമ്മളിവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിനകത്തേക്ക് അതൊന്ന് ഇടുകയാണ്. പാലക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി. അത് ഇച്ചിരി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇതിൻ്റെ ടേസ്റ്റിന് നല്ലതാണ്. ഒരല്പം ഉപ്പും ഇട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചത് ഞാൻ അതിനകത്ത് തന്നെ വയ്ക്കുക. ഇപ്പം നല്ല ഗ്രീൻ കളർ തന്നെ അവിടെ ഇരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി മറ്റ് ചില കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് ഇതിനൊപ്പം. കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ഈ പനീർ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ഇളക്കുമ്പോഴേ ഇങ്ങനെ തിരിച്ച് വേണം, നല്ല ഇളക്കി അതങ്ങ് പൊടിച്ച് കളയരുത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകണമേ. ഇനി നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, പക്ഷേ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആകും ഇത്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. ഈ കറിക്കകത്ത് ചിലർക്ക് വെളുത്തതായിട്ട് തന്നെ കിടക്കുന്ന ഇഷ്ടമെങ്കിൽ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ആ പാനിനകത്ത് തന്നെ 2 കറുവാപ്പട്ട ചെറിയ കഷ്ണങ്ങൾ, 2 ക്ലോവ്സ്, പിന്നെ ഒരു കാടമം, ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ടയും ഇട്ടു. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇടാം. ആ ജീരകം പൊട്ടുമ്പോൾ തന്നെ ഈ കസൂരി മേത്തി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഉലുവയില, അത് നന്നായിട്ടൊന്ന് തിരുമ്മിയിടണം. അതൊക്കെ ഒരു പ്രത്യേക മണം കൊടുക്കുന്നതാണ്. അപ്പോൾ തന്നെ നല്ലൊരു മണം വരും ആ ഡിഷിൻ്റെ ടേസ്റ്റ്. അതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇടാം. സവാളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത്ര ഇടുമ്പം തന്നെ ഉണ്ടല്ലോ ആ ഡിഷിൻ്റെ സ്മെല്ല് നമുക്ക് വരുമെന്നുള്ളതാണ്. ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക്, നമ്മൾ ആ ഇലക്കകത്തിട്ട് അരച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഉള്ളിക്ക് മധുരം വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇച്ചിരി പച്ചമുളക് ഇട്ടത്. ഒരല്പം ഉപ്പും. ഉള്ളി നല്ലതുപോലെ മൂക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെയല്ല, ഈസിയാണ്, ടേസ്റ്റിയുമാണ്, ഈസിയുമാണ്. ഇത് ഗീ റൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് റൈസ് ഇല്ലേ, ബിരിയാണി റൈസ്, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും പോസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിപ്പം നമ്മളിട്ട് തക്കാളി നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കില്ലേ, അതൊഴിക്കാം. അതിൻ്റെ പച്ചക്കളർ പോകാതിരിക്കാനാണ് നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം തന്നെ ഉടനെ തന്നെ തണുത്ത വെള്ളത്തിനകത്ത് നമ്മൾ ഇട്ടത്. അതിനകത്ത് ഇച്ചിരി ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീറിടാം. എന്നിട്ട് ആ വെള്ളം അതിനകത്തൊന്ന് നന്നായിട്ട് തിളച്ച് അത് പറ്റി വരുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയാവും. തിളച്ച് വരുമ്പം നമുക്കിതിനകത്തേക്ക് ഒരല്പം പപ്രിക പൗഡർ, ഈ പപ്രിക പൗഡർ എന്ന് പറയുന്ന സാധനം ബെൽ പെപ്പറാണ് കേട്ടോ, അതിൻ്റെ പൗഡറാണ്, അതായത് ക്യാപ്സിക്കം. ഇതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന പൊടിയാണത്. അപ്പം ഇതിനൂടെ ചപ്പാത്തിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇത് ചപ്പാത്തി കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്നും അത് പരത്തുന്നതും പിന്നെ അതുപോലെ തന്നെ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ പൂരി പോലെ പൊങ്ങി വരുന്നതുമായിട്ട് ഞാനൊരു ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ അതും ഒന്ന് കാണാൻ മറക്കരുത്. ഞാൻ മുമ്പേ കാണിച്ച കസൂരി മേത്തി ഉണ്ടല്ലോ, ഉലുവയില, കൈകൊണ്ട് തിരുമ്മി ഒന്ന് പൊടിച്ച് അതോടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഫൈനലി നമ്മൾ അതിൽ ഒരല്പം ക്രീമും കൂടെ, ഇത് കുക്കിംഗ് ക്രീമാണ് ഒഴിക്കുന്നത്. പാലക് പനീർ റെഡിയാണ്. ഈ ചിലർ സവർ ക്രീം ഒഴിക്കും, പുളിയുള്ളത്. നമ്മൾ ടൊമാറ്റോ ഇട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇനി സവർ ക്രീമിൻ്റെ ആവശ്യമില്ല. ക്രീം ഒഴിച്ചിട്ട് ഇനി ഒത്തിരി നേരം വെക്കേണ്ട, നമുക്ക് ഓഫ് ചെയ്യാം. കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്. കൂട്ടുകാർക്കെല്ലാം സ്നേഹത്തോടുകൂടി ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സംഗതി കാര്യം പിടികിട്ടിയല്ലോ, പാവയ്ക്കായുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സാധനം കൊണ്ട് നമുക്കൊരു നല്ല പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ഒത്തിരി വീതി കുറയ്ക്കരുത്, കാരണം പാവയ്ക്ക നമുക്കൊന്ന് വറുത്തെടുക്കണം. മുഴുവനങ്ങ് വറുത്തു പോകും, പിന്നെ പാവയ്ക്കകത്ത് ഒരു ഗുണവും ശേഷിച്ചിരിപ്പുണ്ടാവത്തില്ല. അതുകൊണ്ടൊരല്പം കട്ടിയിൽ ചെയ്യുക. പിന്നെ പാവയ്ക്കയ്ക്ക് കയ്പ്പാണല്ലോ, നമുക്കറിയാമല്ലോ. ഈ പാവയ്ക്ക ഒരുപാട് മൂത്തതാണെങ്കിൽ അതിൻ്റെ അരി ഒന്നെടുത്ത് കളയണം കേട്ടോ. പാവയ്ക്കയുടെ കയ്പ്പ് നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ആ കയ്പ്പൊന്ന് കുറയ്ക്കാനായിട്ട് ഒരല്പം ഉപ്പിട്ടൊന്ന് തിരുമ്മി വെക്കുക. അതങ്ങ് പൊടിച്ച് കളയരുത്, ഞെരുടരുത്,
അതിലെല്ലാം ഒന്ന് പുരട്ടി വെച്ചാൽ മതി. ഒടിച്ച് കളയണ്ട. ഇതിങ്ങനെ വട്ടത്തിൽ തന്നെ കിടക്കുന്നതാണ്, കറിക്കകത്ത് കിടക്കുന്നതാണ് ഭംഗി. നമ്മളിതിനകത്തുനിന്ന് പിഴിഞ്ഞ് കളയണ്ട. 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി. ഉപ്പിന് ഇടണ്ട, ഉപ്പ് ഓൾറെഡി ഇട്ടതാണ്. അതിനകത്തേക്ക് നമുക്ക് ഇത് എള്ളെണ്ണയാണ്, കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാവയ്ക്കായ്ക്കകത്തും കൂടെ അതുപോലെ ഒന്ന് പിടിച്ച് ഇതൊന്ന് പുരട്ടി വയ്ക്കുക. വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. ഇത് ഒരു 5-10 മിനിറ്റ് ഇരിക്കട്ടെ. ഉപ്പെല്ലാം ഇറങ്ങി മസാലയൊക്കെ നല്ല കറക്റ്റ് ആയിക്കോളും. നമ്മൾ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചു. അത് ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്ത് എള്ളെണ്ണ ഒഴിക്കണം. എള്ളെണ്ണയിലാണ് നമ്മൾ ഈ പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം. പാവയ്ക്ക കട്ടി കൂട്ടിയിടാൻ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, വറക്കുമ്പോഴും അകത്ത് കുറച്ച് ഭാഗം അങ്ങ് ക്രിസ്പി ആകാതെ കാണണം. അല്ലെ പാവയ്ക്കയുടെ ഗുണം മുഴുവൻ അങ്ങ് പോകത്തില്ലേ. നിങ്ങൾക്ക് പാവയ്ക്ക ഇഷ്ടമാണ്, എന്നാലും കയ്പ്പ് ഒരുപാട് ഇഷ്ടമില്ലെങ്കിൽ ഇത് വളരെ കട്ടി കുറച്ച് നിങ്ങൾക്ക് ചെയ്യാം. കാരണം പെട്ടെന്ന് നമുക്ക് വെളിവശം വെന്ത് കിട്ടണം. അകം വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, വെളിവശം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ട് മാക്സിമം തീയിലിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ക്രിസ്പി ആയിട്ട് മൂപ്പിക്കാമേ. ഞാൻ ഒരു ഹെൽത്തി കുക്കിംഗ് ലൈൻ പിടിച്ചാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഈ സെറ്റും ഏകദേശം മൂത്തിട്ടുണ്ട്. എണ്ണ വേണ്ട, സ്റ്റീൽ പാത്രത്തിലോട്ടേ ഒഴിക്കാവൂ കേട്ടോ. കുപ്പി പാത്രത്തിലൊന്നും ഒഴിക്കല്ലേ, പൊട്ടിപ്പോവും. ഓൾറെഡി അത് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ജീരകം ഇടാം. ജീരകം 1 ടീസ്പൂൺ മതി. ജീരകം ഇടാം. അത് പൊട്ടുമ്പോൾ തന്നെ 2-3 വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ചുമന്നുള്ളി. എന്തിനാണെന്ന് വെച്ചാൽ പാവയ്ക്കാട് ഈ കയ്പ്പൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാനുള്ള പദ്ധതികളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതിനകത്തൊന്ന് മൂക്കട്ടെ. ഒരു 1/4 ടീസ്പൂൺ കഷ്ടിച്ച് കായമിട്ടു. ഒന്ന് മൂക്കട്ടെ. ഒരു മണം വരുന്നുണ്ട് കേട്ടോ. കടുക് കുറച്ച് ആദ്യം ഇടേണ്ടതായിരുന്നു, അതങ്ങ് മറന്നുപോയേ. ആദ്യം ഈ കടുക് കൂടി ഇടണമായിരുന്നു കേട്ടോ. സാരമില്ല, ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. കടുകും ജീരകവും കൂടി ഇടേണ്ടതായിരുന്നു. ഈ ഉള്ളിക്ക് ഉപ്പില്ലെന്ന് തോന്നുകയാണെങ്കിൽ 1 നുള്ള ഉപ്പ് ഇടാം. ആവശ്യമില്ലെങ്കിൽ വേണ്ട, ഒന്ന് നോക്കണം. 2-3 കരിവേപ്പിലയും കൂടി ഇടുക. ഓഫ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല കട്ട തൈരാണിത്. ആ തൈരിനകത്തേക്ക് നമുക്ക് ആദ്യമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇടാം. അത് നിങ്ങൾ ഈ കടുക് വറുത്തതിനകത്തുനിന്ന് എല്ലാം ഒഴിക്കണമെന്നില്ല. എണ്ണ കുറച്ച് മതിയെങ്കിൽ ഈ മസാല മാത്രം എണ്ണ കുറച്ച് ഒഴിക്കാം. അടിപൊളിയാണിത് കേട്ടോ. ഇതാണ് നമ്മുടെ പാവയ്ക്ക പച്ചടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇടണം. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ നമുക്കിടാം. നമ്മുടെ പച്ചടി റെഡിയാണ്. ഇതെല്ലാം കൂടെ നല്ല ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തു. കാരണം അതിൻ്റെ എള്ളെണ്ണയുടെ ഒരു മണവും എല്ലാം കൂടെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കൊച്ചുള്ളി തീയലാണ് വിഷയം. തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഇത് 1 കപ്പോളം തേങ്ങ മുഴുവൻ, അത് ഹോളായിട്ടുള്ള മല്ലി, വറ്റൽമുളക്, ഏകദേശം 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ വേണം. അത് ചെയ്യുന്ന വഴിക്ക് നമുക്ക് നോക്കാം. ഈ ഉള്ളി നമുക്ക് ഒരു 2-3 എണ്ണം ഒന്ന് മാറ്റി ഒടുവിൽ കടുക് വറക്കാനായിട്ട് വെക്കണം. ബാക്കിയെല്ലാം ഒന്ന് നീളത്തിൽ ഉള്ളിയുടെ വലിപ്പം അനുസരിച്ച് 2ആയിട്ടോ 4ആയിട്ടോ ഒന്ന് കീറിയെടുക്കണം. ഇങ്ങനെ കുറച്ച് വലുതാണെങ്കിൽ അത് നമുക്ക് ഒരു 4ആയിട്ടോ 6ആയിട്ടോ ഒക്കെ കീറാം. ഞാൻ ഉള്ളിയെല്ലാം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി കട്ടി കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇത് തേങ്ങയുടെ കൂടെ നമുക്കൊന്ന് വറക്കാനാണ്. ഉള്ളിത്തീയലിന് ഇനി എന്തിനാണ് ഈ ഉള്ളിയും വറക്കുന്നതെന്ന് ചിന്തിക്കരുത്. കാരണം ആ തേങ്ങ ഉണ്ടല്ലോ, അതിനൊരു ടേസ്റ്റ് വരാൻ, ആ മസാലയ്ക്കൊരു ടേസ്റ്റ് വരാനും ഒരു കൊഴുപ്പ് വരാനുമായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇത് ഒടുവിൽ നമുക്ക് സീസൺ ചെയ്യാനായിട്ട് നമ്മുടെ വാളംപുളി കാണിച്ചില്ലേ, അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ഞെരടി, അപ്പോൾ ഇതും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം. ഞാനിത് സമയമൊന്ന് ലാഭിക്കാനായിട്ട് ഒരു ചീനച്ചട്ടിക്കകത്ത് നമ്മൾ ഈ ഉള്ളി വഴറ്റണം, തീയൽ വെക്കാനുള്ളത്. മറ്റേ ചീനച്ചട്ടിക്കകത്ത് നമുക്ക് ഈ തേങ്ങയും വറുത്തെടുക്കണം. ഈ ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ എണ്ണയൊന്ന് ചൂടാകുമ്പം ഞാൻ 2-3 ഗ്രീൻ ചില്ലി കാണിച്ചല്ലോ, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതിനകത്തേക്ക് ഇടണം. ഈ ചുമന്നുള്ളിയും അതിനകത്തേക്ക് ഇടണം. വഴലുമ്പം അത് ഉപ്പൂടെ ചേർത്ത് വേണം വഴറ്റാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾ മതി, ഒരുപാട് മഞ്ഞളിടണ്ട. നമ്മുടെ
തീയലിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും. ഒടുവിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതവിടെ വഴലിട്ടെ. ഇപ്പം ഈ ചട്ടി നമ്മുടേത് ചൂടായിട്ടിരിക്കുകയാണ്. അല്പം എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട. ഇതിലേക്ക് ആദ്യം നമ്മൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വിൽറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വഴലാൻ തുടങ്ങുന്ന ഉടനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ, അത് ഹോളായിട്ടുള്ള സീഡും ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ നിങ്ങളുണ്ടല്ലോ ഒരുപോലെ അത് ഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് അത് മിക്സിക്കകത്തിട്ട് ആ പൾസില്ലേ അല്ല വിപ്പിൽ ഒറ്റ പ്രാവശ്യം കറക്കിയാൽ ഇതെല്ലാം ഒരുപോലെ ആകും. ഒരുപോലെ ആണെങ്കിലേ ഇത് ഒരുപോലെ മൂക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലത് മൂത്തും ചിലത് മൂക്കാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ വെളുത്തിരിക്കും. പിന്നെ ഇതിന് ചെറിയ തീയിലിട്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി ഒരുവിധം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള പോലെ ചേർക്കാം. അതിനോടൊരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാനിതൊന്ന് തിളപ്പിക്കാം. ഇനി അതവിടെ തിളയ്ക്കാനായിട്ട് ചെറിയ തീയിലാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. തിളയ്ക്കട്ടെ. ഇങ്ങനെ ഒരുവിധം ബ്രൗണായിട്ട് വരുന്ന ഉടനെ നമുക്കിതിലേക്ക് വറ്റൽമുളക്, അതും എരി അനുസരിച്ചിടാം. ഞാനതൊരു 5-6 ഇടുകയാണ്. അല്പം എരി വേണമെന്ന് കണ്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇടാം. അപ്പം ഇതും കൂടിയിട്ട് ബാക്കിയോടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് ഇതിൽ തന്നെ നോക്കി നിന്നാണ് ഇളക്കുന്നത്. അല്ല സമ്മന്തിപ്പൊടിയൊക്കെ ചെയ്യുന്നത് മാതിരി ആ കളറായി. ഇതിലും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഉള്ളി ഇത് നന്നായിട്ട് തിളച്ചു. ഇപ്പം ഞാനത് ഓഫ് ചെയ്തിടാൻ പോവാം. അരപ്പ് റെഡി ആയപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. തണുത്തപ്പോൾ ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ. അപ്പോൾ ഈ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഇപ്പോൾ ആ അരപ്പരയ്ക്കാം. ഇത് ഞാൻ തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഗ്രൈൻഡറിനകത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇത് കണ്ടോ, അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്വല്പം പോലും വെള്ളം ഒഴിക്കാതെ ചെയ്തതാണ്. ഇത് കണ്ടോ. അല്പം ചൂടുവെള്ളം ഒഴിച്ച് നമുക്കതോടെ അതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കരിയാതെ പുകയാതെ നമ്മുടെ തീയൽ റെഡിയായിട്ട് വരുന്നു. ഇനി നമുക്കിതിന് കടുക് വറുത്ത് ചേർക്കണം. ഞാൻ ചെറിയ തീയിൽ ആ എണ്ണ തിളയാനായിട്ട് ഇടുകയാണ്. ആ സമയത്തുണ്ടല്ലോ ഇതിന് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് ഇപ്പം നമ്മൾ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പോ പുളിയോ വേണമെങ്കിൽ ചേർക്കണം. എണ്ണ ചൂടാകുന്നുടനെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുന്ന നമുക്ക് ഉള്ളി ഇടണം. 2 വറ്റൽമുളക് ഇടാം. ഒരു കറിവേപ്പില ഇടാം. അപ്പം ഈ സമയത്ത് നമ്മുടെ കണ്ടോ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വരികയാണ്. ഇത് ബ്രൗൺ കളറായി അത്രയും മതി. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഇതോടെ കൂടെ ഇട്ട് കൊടുക്കാം. ഈ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കടുക് വറുത്ത സംഭവം മാത്രം അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്താലും മതി. എണ്ണ അധികം ഒഴിക്കണ്ട. കടുകും വറുത്തതിട്ടു. നമ്മുടെ ഉള്ളിത്തീയലിപ്പോൾ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ ഒരു സംഭവമാണല്ലോ, വൻപയർ. അതായത് പയറും കഞ്ഞിയും എന്നൊക്കെ പറയില്ലേ, കഞ്ഞിയും പയറും. അപ്പം ഇന്ന് ആ പയർ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ പച്ചമുളക് വേണം. അരപ്പിന് വറ്റൽമുളകാണ് നല്ലത്, തേങ്ങ, കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും വേണം. കഴുകിക്കൊണ്ട് വന്ന പയർ അത് ഈ ചട്ടിക്കകത്തേക്ക് നമുക്കിടാം. വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, 2-3 ചുവന്നുള്ളി, 1 ടീസ്പൂൺ ഉപ്പിട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞളിട്ടു. നമ്മൾ 2 കപ്പ് പയറാണ് ഇട്ടത്. അതിന് 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഏകദേശം അത് മതിയാവും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒടുവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇത് തീ കത്തിച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. പയർ വേകാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോഴത്തേന് നമുക്ക് ഇതിനുള്ള അരപ്പരയ്ക്കണം. അപ്പം ഞാൻ അരയ്ക്കാനായിട്ട് അതെല്ലാം ഇട്ടിട്ടുണ്ട്. 3-4 ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, അതിൻ്റെ കൂടെ 1 ടീസ്പൂണും കൂടെ ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ പയറിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞളിടേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് തരിതരിപ്പായിട്ട് ഇത് അരച്ചുകൊണ്ട് വരാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ 1 തണ്ട് കറിവേപ്പില ഒന്ന് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടു. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് തീ കുറച്ച് വയ്ക്കാം. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. അതായത് വെള്ളം പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങ് പറ്റിപ്പോവും. അപ്പോൾ ആ ഉള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് വേകാനായിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ, അപ്പോൾ ആ ഒരു 2 കപ്പ് പയറിന് 4 കപ്പ് വെള്ളം ഏകദേശം മതിയാകും. കുറച്ച് വ്യത്യാസം വരുമായിരിക്കും. അതനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വെന്തു. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതിലേക്ക് അരപ്പിടുകയാണ്. അരപ്പരച്ചത് ഈ അരപ്പിട്ടതിന് ശേഷം ഇതൊന്ന് മൂടി ഇങ്ങനെ വെച്ച് എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അരപ്പും വേഗം ബാക്കിയുള്ള വെള്ളവും പറ്റും. കടുക് വറക്കാം. ചട്ടി ചൂടായതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് നന്നായിട്ട് വറുത്തിട്ടാൽ നല്ലതായിരിക്കും. അതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളക് കറിവേപ്പിലയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് മൂക്കട്ടെ. ഇപ്പം നമ്മുടെ കടുക് വറുത്തത് റെഡിയായി. വേണ്ട, ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട്. നോക്കി, ഈ കടുക് വറുത്ത ഇടാം. അതിനകത്ത് അധികം എണ്ണ ഒഴിച്ച് കടുക് വറക്കണ്ട കേട്ടോ, കുറച്ച് കടുക് വറുത്താൽ മതി. കടുക് വറുത്തതിട്ടു. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം. വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ച് ആ വെള്ളം മുഴുവൻ ഒന്ന് ഡ്രൈ ആക്കണം. ഇത് കഞ്ഞിയോടെ കഴിക്കാൻ കഞ്ഞി, കാച്ചിമോര, പപ്പടകം, ഈ പയർ ഭയങ്കര കോമ്പിനേഷനാണ്. ഇപ്പം നമുക്കങ്ങനെ വെള്ളമില്ല. അതെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലേഡീസ് ഫിംഗർ, നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുമായിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ടിപ്പ് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കുക. ഇങ്ങനെ ഒടിയുമെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ വെണ്ടയ്ക്ക തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അരിയുന്നത് തന്നെ നീളത്തിൽ അരിയണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടേമറിക് അല്ലെങ്കിൽ മഞ്ഞൾ, ഉപ്പ്, അങ്ങനെ സംഭവം ഒന്ന് ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്ന ഗ്രീൻ ചില്ലി, ഗാർലിക്, പെർൽ ഓണിയൻസ്, ഷാലറ്റ്സ്, കൊച്ചുള്ളി. തീ കത്തിക്കാം. ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കാം. ഈ ചട്ടിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് തുടച്ച് കളയുക. അപ്പം അത്രയും ഗ്യാസ് ലാഭിക്കാമല്ലോ. പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഗാർലിക് അത് ക്രഷ് ചെയ്തത് അതിടുക. പച്ചമുളക് ചെറുതായിട്ടൊരു വളരെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ പശ ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് അതൊരു സ്റ്റർ ഫ്രൈ പോലെ നമുക്ക് അത് കുറച്ചുകൂടെ തീ കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്കയിലെല്ലാം നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അല്ലാതെ വെണ്ടയ്ക്ക ഇട്ടിട്ട് നമ്മൾ പൊടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കത്തില്ല. അല്ലാതെ അത് ഇളക്കരുത്. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിടുക ചെയ്യാവും. പറ്റുന്നുണ്ടോ? നല്ല രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുക. കരിഞ്ഞു പോകാനും പാടില്ല. കൂടുതൽ ആ പശ അതിൽ നിന്ന് ഇറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യമേ വലിയ തീയിൽ അതിൻ്റെ അരിയെല്ലാം അങ്ങ് വക്കിക്കളയും. വെണ്ടയ്ക്കയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിക്കാനും പറ്റില്ല. അതൊന്ന് അടച്ചു വെക്കാനും പാടില്ല. ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഉള്ളിയും കൂടി ഇട്ട് ചെറിയ തീയിലാക്കാം. പക്ഷെ ആദ്യം നമ്മൾ വലിയ തീയിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് അന്നേരം അറിയാം ഇതിൻ്റെ ശബ്ദവും കുറയും. മറ്റേ നമ്മൾ ആദ്യം കൊണ്ട് ഇട്ടപ്പോൾ ഭയങ്കര ശബ്ദമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പശയെല്ലാം ഇപ്പം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെർൽ ഓണിയൻസ് ഇടാം. ഉപ്പും പിന്നെ പച്ചമുളകും ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് മതിയാ. പിന്നെ കൊച്ചുള്ളിക്ക് ഇനി ഇത് ചെറിയ തീയിടണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കാൻ പറ്റാത്തത് കാരണം നമുക്ക് ഉള്ളി വേഗണ്ടേ. അപ്പം അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് അത് നല്ലപോലെ വാടാനായിട്ട് സമ്മതിക്കുക. ഈ വെണ്ടയ്ക്ക പൊളിഞ്ഞു പോകാതെ ഇളക്കണം കേട്ടോ. വെണ്ടയ്ക്ക പൊളിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടിയും പൊളിയും. മെഴുക്ക് പുരട്ടി വേണ്ട. ഉള്ളിയൊക്കെ നല്ലപോലെ നമ്മൾ അടച്ചൊന്നും വെച്ചിട്ടെങ്കിലും ഉള്ളിയൊക്കെ നല്ലതുപോലെ അത് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട്. കാരണം ഇത് പടപടാതെ ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചാരി വെച്ച് ഈ എണ്ണ അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തേക്ക് എടുത്ത് വയ്ക്കും. വെണ്ടയ്ക്ക മെഴുകുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മറ്റ് റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് ഇഷ്ടമുള്ള വാഴക്കായ് തോരനാണ് ചെയ്യാൻ പോകുന്നത്. ഏത്തക്കായുടെ പച്ചക്കായ ഉണ്ടല്ലോ, വാഴയ്ക്ക, അതാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിനുള്ള സാധന സാമഗ്രികളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റായിട്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഒരു സ്ലൈഡായിട്ട് കൊടുക്കാം. വാഴക്കായ്ക്ക് ഭയങ്കര കറയാണ്. അതുകൊണ്ട് നമ്മൾ ഇതേ തൊടുന്നതിന് മുമ്പ്, തൊലി ചെത്തുന്നതിന് മുമ്പും അരിയുന്നതിന് മുമ്പുമൊക്കെ
അത് വെള്ളത്തിനകത്ത് വേണം ചെയ്യാൻ. നമ്മുടെ കയ്യിലും കറ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ഉപ്പ് പുരട്ടുക, അല്ലെങ്കിൽ വെള്ളം പുരട്ടി കൈ കൊണ്ടാണെങ്കിലും അത്രയും നമ്മുടെ കയ്യിൽ കറ പിടിക്കത്തില്ല. ആദ്യം ഇതിൻ്റെ തൊലി ചെത്തണം. ഹാർഡായിട്ടുള്ള ഭാഗം കളയും, ഈ കോർണേഴ്സ് ഞാൻ കളയും. അല്ലാത്ത ഭാഗം ചെറുതായിട്ടൊന്ന് പീൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണേൽ പീലർ യൂസ് ചെയ്യാം, പക്ഷെ ഒരുപാട് തൊലി കളയരുത്. വളരെ പെട്ടെന്ന്, അതായത് സൂപ്പർ ഈസി റെസിപ്പി ആയിട്ടാണ്. അരപ്പൊന്നും അരയ്ക്കാതെ, മിക്സിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ വെക്കാം എന്നാണ് കാണിക്കുന്നത്. ഒരു വാഴയ്ക്കയെല്ലാം ഞാൻ വെള്ളത്തിനകത്ത് തന്നെ തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് എത്രയും ചെറുതായിട്ട് അരിയുന്നോ അത്രയും നല്ലതാണിത്. ഇല്ലെങ്കിൽ അതങ്ങ് കുഴഞ്ഞിരിക്കും, കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും ഒക്കെ പോലെ. അപ്പോൾ ഇതിങ്ങനെ പല ഇതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതും വെള്ളത്തിലേക്ക് തന്നെ അരിയുക. കണ്ടിങ്ങനെ ചെറുതായിട്ട് അരിയുക. അരിഞ്ഞു കഴിഞ്ഞു, കയ്യിലൊന്നും കറ ആകാതെ രക്ഷപ്പെട്ടു. ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. എളുപ്പത്തിന് ഇങ്ങനെ ഒരു സ്ട്രെയിനറിനകത്ത് ഇട്ടിട്ട് പൈപ്പിനകത്ത് ഇങ്ങനെ വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ താഴോട്ട് പോയി പെട്ടെന്ന് അങ്ങ് ക്ലിയർ ആകും. അതല്ലെങ്കിൽ നമുക്കിത് ചെറുതായിട്ട് അരിയുന്നതുകൊണ്ട് കഴുകി വാരാൻ പ്രയാസമാണ്. അടുപ്പയിൽ ഇടുന്നിടം വരെയും പക്ഷേ ഇത് വെള്ളത്തിൽ വെച്ചേക്കണം, കറുത്ത് പോകാതെ. ഇനി അതുപോലെ നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിയണം. നിങ്ങൾക്ക് ചുമന്നുള്ളി പൊളിക്കാൻ പ്രയാസമാണെങ്കിൽ സവാള ഉപയോഗിക്കാം, പക്ഷെങ്കിൽ ചുവന്നുള്ളിയാണ് ടേസ്റ്റ്. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുന്നുടനെ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുടനെ നമുക്ക് കടുകിടാം, ജീരകം. എല്ലാ തോരനും ഞാൻ ജീരകം ഇടാറില്ല, പക്ഷെ വാഴയ്ക്ക തോരന് അല്പം ജീരകം ഇടാറുണ്ട്. ഒരല്പം ഉള്ളി ആദ്യം ഇടാമേ. ഇത് കടുക് വറക്കാനായിട്ട് ആദ്യം നമ്മൾ കടുക് വറക്കുക, അതാ പരിപാടി. അങ്ങ് വറുത്ത് പോകും. അതുകൊണ്ട് കറിവേപ്പില നമുക്ക് പിന്നിടാം. ഇത്രയും മൂത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇടാം. ഒരു 15 സെക്കൻഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും പച്ചമുളകും കൂടി ഇടാം. ഇനി നന്നായിട്ട് വഴന്ന് വന്നാൽ മതി. ഇപ്പം ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇടാം. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ഇടാം. ഒന്നും അരച്ചിട്ടില്ല, ഡയറക്റ്റ് അങ്ങ് ഇടുകയാണ്. ഉപ്പിടാം. ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ അരപ്പ് ഇങ്ങനെ ചട്ടിക്കകത്ത് തന്നെ ശരിയാക്കുക. മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് അരിഞ്ഞ കറിവേപ്പില ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. തേങ്ങ ഒന്ന് വാടിയാൽ മതിയേ, ഒരു നേരം ഇളക്കാനൊന്നും വേണ്ട. പിന്നെ ഈ അരപ്പിലേക്ക് നമ്മൾ പൊടിയായിട്ട് വെച്ചിരിക്കുന്ന വാഴയ്ക്ക അരിഞ്ഞതിടാം. വാഴയ്ക്ക വേകാനായിട്ട് ശകലം വെള്ളം വേണം. നമ്മൾ ഇതുവരെയും വെള്ളം ഒഴിച്ചില്ല. അതിനുശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കി. വാഴയ്ക്ക തോരൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മളിത് അടുപ്പിലങ്ങ് വെച്ചിരുന്ന് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി, വെള്ളം വേണമെങ്കിൽ, വെന്തില്ലെങ്കിൽ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ അഥവാ ഇനി ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഫ്ലെയിം ലോവിൽ വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കുക. ആവി പോകാതെ അടച്ചു വയ്ക്കുക. മിനിമത്തിലല്ല ഇടേണ്ടത്. നമ്മൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലൊരു പോയിന്റ് ഉണ്ടല്ലോ, മിനിമത്തിൽ വെച്ചാലും ചിലപ്പോൾ ഫ്ലെയിം കൂടുതലായിരിക്കും. ഇനി നന്നായിട്ട് ആവി വരുമ്പോഴത്തേന് വാഴയ്ക്കത്തോരൻ റെഡിയാകും. അപ്പോൾ ഇത് നല്ല ആവിയിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി വെച്ചായിരുന്നു. ഇതിന് നന്നായിട്ട് ഒന്ന് ഇളക്കിയാൽ സംഗതി ജോറായി. കണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വേഗം ചെയ്യും. ഇനിയും നമ്മൾ അടച്ചു വെക്കരുത്. ഇനി തോർന്നോട്ടെ, അത്രയും മതി. ഒടുവിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു പച്ചക്കറിവേപ്പില, ഉണങ്ങിയത്, വെള്ളമില്ലാത്തത്. ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ കറിവേപ്പിലയല്ല, വെള്ളമില്ലാത്ത കറിവേപ്പില. ഇതോടെ നമ്മുടെ ഫിനിഷിംഗ് ടച്ചുമായി വാഴയ്ക്കത്തോരൻ റെഡിയാണ്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ ഒരു ഡിഷാണ്, പാലക്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് ഒണിയൻസ് വേണം, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി വേണം, പിന്നെ ജിഞ്ചർ വേണം, ഗാർലിക് വേണം. ഇത് കൂടാതെ കുറച്ച് മസാല പൗഡറും വേണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇന്ന് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. ഇത്രയും വലിയ പാത്രം വേണ്ടായിരുന്നു, കുറച്ചേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇലയൊക്കെ ആകുമ്പോൾ ഒത്തിരി വോളിയം കാണും. ആദ്യം പാത്രം നന്നായിട്ട് ചൂടായി നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. അവർ നമ്മളെപ്പോലല്ല, എണ്ണയിലല്ല, അവരെപ്പോഴും ഗീയിലാണ് ചെയ്യുന്നത്. തന്നെയല്ല, എണ്ണയേക്കാൾ വളരെ സേഫാണ് ഗീ. ഗീ ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകം, 1 ടീസ്പൂൺ ജീരകം ഇടാം. അല്ലേ, കറക്റ്റായിരുന്നു. അത് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി അതിലേക്ക് ഇടാം. അതൊരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഉള്ളി അതിലേക്ക് ഇടാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരല്പം ഉപ്പും കൂടി ഇടണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിയിലുണ്ടല്ലോ അല്പം ഉപ്പും എരിയും ഒക്കെ ഇപ്പോഴേ പിടിക്കണം. ഇളക്കി ഇനി ഇത് ഒരുവിധം നന്നായിട്ട് മൂക്കട്ടെ. അപ്പം പകുതി വഴന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്കിടാം. എന്നിട്ട് ഇത് ഒരുവിധം നന്നായിട്ട് മൂക്കണം. ഇപ്പം നമ്മുടെ ഇത് കണ്ടില്ലേ, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്.
ചെറിയ തീയിലിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഞാൻ തീ വളരെ കുറച്ച് വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഇനി നമ്മൾ മസാല പൊടികൾ ഇടുമ്പോൾ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പി എന്ന് പറയുന്നത് പപ്രിക പൗഡറാണ് കേട്ടോ. പപ്രിക പൗഡർ ഈ എന്താ പറയുക, ബെൽ പെപ്പറിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു, അതായത് ക്യാപ്സിക്കം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാനുള്ളൊരു കാരണം ഈ മുളക് പൊടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം പപ്രിക പൗഡർ ഞാൻ 1 സ്പൂൺ ഇട്ടു. ഇത് നമ്മുടെ സാധാരണ മുളക് പൊടി 1 സ്പൂൺ. മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കുക. അപ്പോൾ ഇനിയും നമുക്ക് അതാ കണ്ടോ, ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ടാണ്, അതിൻ്റെ തണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. മറ്റേത് ഇതാ ഇങ്ങനെ അങ്ങ് ചീരയൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇല നമുക്ക് ഇടാം. അങ്ങ് ചെറുതായിക്കോളൂ. ഇപ്പം പാലക്കും കൊണ്ടൊക്കെ ഇത്രയും നല്ല റെസിപ്പി ഉണ്ടാക്കാമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ നല്ലൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ വളരെ ഇഷ്ടപ്പെടും. ഇത് അടച്ച് നമുക്കൊന്ന് വേകണം. അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ ചൂടുവെള്ളമാണ്. ഞാൻ അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇത് നല്ല തീയിൽ വെച്ചിട്ട് ഇത് തിക്കായിട്ട് വേവിച്ചത് കുറവ്. ഇനി ഇത് നന്നായിട്ട് അല്പം കൂടെ തീ കൂട്ടി വെച്ച് ഞാൻ പെട്ടെന്ന് തിളയ്ക്കുകയും അത് വേവുകയും ചെയ്യും. കണ്ട തിളപ്പ് വന്ന് നോക്കുകയും ചെയ്യാം. തിളയ്ക്കുമ്പം ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ കേട്ടോ. ഇതാ ഇതിപ്പോൾ മതി. ഞാനിതിനകത്ത് ചേർക്കുന്നത് നെസ്ലയുടെ ക്രീമാണ്. എന്ത് ക്രീം നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഫ്ലേവർ ഇല്ലാത്തത് ചേർക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. നല്ല തിക്ക് ഗ്രേവി വേണം. ഇതാ തീ കുറച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി ചേർക്കാം. എന്താ കണ്ടോ, എത്ര സിമ്പിളാണെന്ന് നോക്കിയേ. ഇത് ഇച്ചിരി തിക്ക് ഗ്രേവിയിലിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി ഇന്ന് വീട്ടിൽ. ഇനിയും പാലക്കൊക്കെ കടയിൽ കാണുമ്പോൾ ഇതും കൊണ്ട് എന്തോ ചെയ്യാനാണെന്ന് വിചാരിക്കരുത്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പാലക്ക് മസാല. അപ്പം ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഫുഡ് നോട്ട്സിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ ചെയ്ത് കാണിക്കാൻ പോകുന്നതായിട്ടുള്ള സാധനം ഇതാണ്. മുരിങ്ങയ്ക്ക പാല് കറി, തേങ്ങാപ്പാലിനകത്ത് മുരിങ്ങയ്ക്ക പാല് കറി. അത് കാണാമല്ലോ അല്ലേ. ഗ്രീൻ ചില്ലി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കറി ലീവ്സ് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രഷ്ഡ് ഗാർലിക്, ഇത് പെരുംജീരകം, ഫെനൽ സീഡ് പെരുംജീരകം, പിന്നെ ദിസ് ഇസ് ഗരം മസാല, ഇറച്ചിക്കൂട്ട് ഗരം മസാല, പിന്നെ വേണ്ട സാധനം മല്ലിപ്പൊടി കൊറിയാൻഡർ പൗഡർ, പിന്നെ മഞ്ഞൾ അഥവാ ടേമറിക്, പിന്നെ നമുക്ക് സീസൺ ചെയ്യാനായിട്ട് നമ്മൾ മസ്റ്റർഡ് സീഡ്, കടുക്, 1-ാം പാല്, ഇത് 2-ാം പാല്. ചട്ടി ചൂടായിട്ട് ആദ്യം എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുന്നുണ്ട്, ഞാൻ ഇടുകയാണ്. ആദ്യം പെരുംജീരകമാണ് ഇടുന്നത്. പൊട്ടുന്ന ഉടനെ തന്നെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളിയില്ലേ, നമ്മുടെ ഗ്രീൻ ചില്ലി ഇല്ലേ, അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായിട്ട് അരിയുന്നത് അത് കറിക്കകത്ത് തന്നെ അങ്ങ് അലിഞ്ഞ് ചേരാനായിട്ടാണ്. കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഒടുവിലിടാം. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ഇത്രയും മഞ്ഞൾ ഇടുക. മഞ്ഞളായിട്ടൊന്ന് വഴറ്റുന്നതേ ഉള്ളൂ. ആ കറിവേപ്പിലയും കൂടെ ഒന്ന് അരിഞ്ഞിടണം. അങ്ങനെ കറി ലീവ്സും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി വളരെ സൂക്ഷ്മതയോടെ ഇളക്കണം. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, ഈ വെളുത്തുള്ളി ഇല്ലേ, ആ വെളുത്തുള്ളി നമ്മൾ ഇടാം. ഇത് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2-ാം പാലൊഴിച്ച് വേണം നമുക്കിത് മുരിങ്ങയ്ക്ക വേവിക്കാനായിട്ട്. 2-ാം പാലാണത്. ഗ്രേവിക്ക് എരിയുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ അടച്ച് വയ്ക്കുകയാണ് തിളയ്ക്കാനായിട്ട് വേകുന്നിടം വരെ. ഇതിപ്പോൾ തുറന്ന് നോക്കി നമ്മൾ നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഇത് ഫുള്ള് ഒഴിക്കണം നിർബന്ധമില്ല, നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇത് ഇത്രയും തന്നെ വേണം നിർബന്ധമില്ല. ബാക്കിയുള്ളത് നമുക്കിത് ഫ്രീസറിനകത്ത് വെച്ചാൽ മതി, നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ ഇതിൻ്റെ പകുതി ഒന്ന് ഒഴിച്ച് നോക്കാം. ആദ്യം ഈ തേങ്ങാപ്പാൽ ഞാൻ പകുതി ഒഴിക്കുക കേട്ടോ, ഇവിടെ ഒഴിക്കുന്നില്ല. നോക്കാം, നല്ല തിക്കായിട്ടുള്ള ചാറാണ്. ഇതിന് എരി കൂടുതലാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിക്കാം, അതല്ലെങ്കിൽ ഇത് മതി. എന്നിട്ട് ഇത് വെച്ച് തിളയ്ക്കാൻ പാടില്ല, നല്ലപോലെ ചൂടായാൽ മതി. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള പിന്നെ മസാലകളെ ഇട്ടിട്ടുള്ളൂ.
ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ എന്ത് സാധനം കുക്ക് ചെയ്യുന്നു അതിൻ്റെ ടേസ്റ്റാണ് മുമ്പിലേക്ക് നിൽക്കേണ്ടത്. ബാക്കി എരി, ഉപ്പ് എല്ലാം ഉണ്ട്. അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് തക്കാളിക്കായി ഇടാഞ്ഞത്. ഇതിപ്പോൾ നന്നായിട്ട് ഇതാകാൻ തുടങ്ങി. തിളയ്ക്കുന്നതിന് മുമ്പ് ഞാനിത് ഓഫ് ചെയ്യുന്നു. തന്നെയല്ല, ചട്ടി ആയതുകൊണ്ട് ഇതേ വെച്ചിരുന്നാൽ പിന്നെയും തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ചട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇതൊക്കെ. നമുക്ക് കടുകും കൂടെ വറുത്തിടാം ഇതിന്. ഉള്ളി അരിഞ്ഞിട്ടു, പിന്നെ ഒരു രണ്ട് കറി ലീവ്സ് ഇട്ടു. ഇതിലേക്ക് എണ്ണയ്ക്കകത്ത് നമ്മൾ ഒരുപാട് ഈ മുളക് പൊടിയൊന്നും വാരി എണ്ണയിലേക്ക് ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മുളക് പൊടി ഇടുക. ചെറിയ ടീസ്പൂൺ ഗരം മസാല അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയ്ക്കറി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ കറിക്കകത്തേക്ക് ഒഴിക്കണം. നമുക്ക് ഒരു ശബ്ദമുണ്ടല്ലോ ഇതങ്ങനെ ഒഴിക്കുമ്പോൾ, അത് കേട്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. എന്നിട്ട് സൂക്ഷ്മതയോടെ ഇളക്കണം. കാര്യം ഇത് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് ഇടണം. സജഷൻസ്, റെക്കമെൻഡേഷൻസ്, അതുപോലെ തന്നെ കറക്ഷൻസ് എന്തായിരുന്നാലും അത് അറിയിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു നല്ല വിഭവമായിട്ട് അടുത്ത് വരാം. ടിൽ ദെൻ, ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.